ഇറാൻ്റെ ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് അണു ആയുധമാണ്. അത് പൂർണ്ണമായി നിർമ്മിക്കപ്പെട്ടിട്ടില്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം 235 ഏതാണ്ട് 90% സമ്പുഷ്ടീകരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് സമ്പുഷ്ടീകരിച്ച എൻറിച്ച്ഡ് യുറേനിയം 12 ദിവസ യുദ്ധത്തിനിടയിൽ ഇസ്രയേലുമായി യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അമേരിക്ക ആക്രമണം നടത്തി. ആക്രമണം നടത്തുന്നതിന് തൊട്ട് മുൻപ് ഏതാനും ട്രക്കുകളിൽ ഈ സാധനം ഫിസൈൽ മെറ്റീരിയൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം കടത്തിക്കൊണ്ടു പോകുന്ന ചിത്രങ്ങൾ അമേരിക്കൻ സാറ്റലൈറ്റുകൾ വെളിയിൽ വിട്ടിട്ടുണ്ട്. അത് ഏതാണ്ട് ഗുഹ പോലെ മലയിടുക്കുകളിലെ ചില ഗുഹകളിലേക്കാണ് പോയിരിക്കുന്നത്. ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈവശമുള്ള സ്ഥിതിക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആറ്റം ബോംബ് സംയോജിപ്പിക്കുക എന്ന ഒരു ശ്രമകരമായ ദൗത്യം അതുകൂടി കഴിഞ്ഞാൽ ഒരു പക്ഷെ പിടിച്ചാൽ കിട്ടില്ല. കാരണം ആണവായുധമുള്ള രാജ്യത്തിനെതിരെ കളിക്കുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിക്കും. ഇതെല്ലാം അമേരിക്ക വരെ എത്തിക്കാനുള്ള സാങ്കേതിക വിദ്യയൊന്നും ഇറാനില്ല. പക്ഷെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയോ അയൽ രാജ്യങ്ങൾക്ക് നേരെയോ അവിടെയാണ് അമേരിക്ക ഒന്ന് പതുങ്ങുന്നത്. ആക്രമിച്ചാൽ ആരെയാണ് ആക്രമിക്കുന്നത്? അമേരിക്കൻ ബേസുകളെ ആക്രമിക്കും ഇറാൻ. ഉറപ്പായി ഇറാന് ശക്തമായ മിസൈൽ സംവിധാനമുണ്ട്, ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, ആണവ പുറമുനകൾ വഹിക്കാൻ കഴിയുന്ന മിസൈൽ സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ കൃത്യതയെക്കുറിച്ച് മാത്രം അവ്യക്തതയുണ്ട്, പക്ഷേ ഉണ്ട്, ക്രെഡിബിളാണ്. അങ്ങനെയെങ്കിൽ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുമ്പോൾ കൊളാട്രൽ ഡാമേജ് ഉണ്ടാകുന്നത് അതത് രാജ്യങ്ങൾക്കാണ്. ഇതത് രാജ്യങ്ങൾക്ക് ഇറാനെതിരെ നിൽക്കാതിരിക്കാനാവില്ലല്ലോ. ഇസ്രയേൽ രംഗത്ത് വരില്ലേ? ഏറ്റവും ആദ്യം ആക്രമണം നടക്കുന്നത് ഇസ്രയേലിനെതിരെ തന്നെയായിരിക്കും. ഇസ്രയേലിൻ്റെ നിവൃത്തിയുണ്ടല്ലോ. ആണവായുധങ്ങൾ ഇറാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ ആദ്യം ഉപയോഗിക്കുന്നത് അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ മാത്രമാവില്ല, ഇസ്രയേലിന് നേരെയാവും. ഇസ്രയേൽ പിന്നെ ഭൂമുഖത്ത് കാണില്ല എന്നതാണ്. അങ്ങനെ സംഭവിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇസ്രയേൽ എന്താ ചെയ്യുക? ഇറാനെ ഫിനിഷ് ചെയ്യാൻ നോക്കും. ഇസ്രയേൽ ഇപ്പോഴത്തന്നെ ആണവശക്തിയാണല്ലോ. ഇസ്രയേലിൻ്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടല്ലോ. അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല എങ്കിലും ഉണ്ട് എന്നത് ക്രെഡിബിൾ ആണല്ലോ. അതുപയോഗിക്കാനാണെങ്കിൽ ലോകം വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയല്ലേ? ലോകം മഹായുദ്ധത്തിലേക്ക് തന്നെ പോവില്ലേ? ചൈനയ്ക്കും റഷ്യയ്ക്കും ഇടപെടാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊന്നും പോകാതെ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് ഒരുപക്ഷെ അമേരിക്കയുടെയും ആഗ്രഹം. കാരണം വളയ്ക്കുകയെ ചെയ്യാവൂ, ഒടിക്കരുത് എന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് അമേരിക്ക ചെയ്യാൻ സാധ്യതയുള്ളത് ആണവ നിലയങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം B-2 ബോംബേഴ്സ് 5-6 B-2 ബോംബേഴ്സ് ഡീഗോ ഗാർഷ്യയിൽ നിന്നും പറന്നുയർന്ന B-2 ബോംബേഴ്സ് ഇപ്പോഴും ഡീഗോ ഗാർഷ്യയിൽ ഇന്ത്യ മഹാസമുദ്രത്തിൽ അമേരിക്കൻ താവളങ്ങളുണ്ടല്ലോ. അവിടുന്ന് ദീർഘദൂരം പറന്ന് B-2 ബോംബേഴ്സിന് 1-2 സോർട്ടീസ് കഴിഞ്ഞ് വലിയ രീതിയിൽ ഒരു ബോംബിന് താഴെ വീണ്ടും ഒരു ബോംബ് ഇട്ടുകൊണ്ട് ആഴത്തിൽ പെനിട്രേറ്റ് ചെയ്യുന്ന ബങ്കർ ബസ്റ്റർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായി ആണവ കപ്പാസിറ്റി നിഷേധിക്കാൻ പറ്റും. കാരണം ഇറാൻ ഒരിക്കലും ആണവ ചർച്ചകൾക്ക് പൂർണ്ണമായി അമേരിക്കയ്ക്ക് വഴങ്ങിയിട്ടില്ല. നേരത്തെ ഒപ്പിട്ടു, എന്നിട്ട് പിന്നീട് അമേരിക്ക തന്നെ പിന്മാറി. ഇറാൻ വേണ്ട കൃത്യത പുലർത്തുന്നില്ല, ഇൻസ്പെക്ഷൻ അനുവദിക്കുന്നില്ല. അങ്ങനെ വന്നാൽ അവിടാണ് ഒരു കാര്യം. 2, ഇറാൻ്റെ സൈനിക കപ്പാസിറ്റി ഏതാണ്ട് ഇപ്പോഴത്തെ റെജീമിൻ്റെ സൈനിക കപ്പാസിറ്റി പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് ഏറിയൽ ബോംബാർഡ്മെൻറ്റ് നടത്തും. അപ്പോൾ പിന്നെ ഭരണകൂടത്തിന് മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ വിപ്ലവകാരികൾ അധികാരം, പ്രതിവിപ്ലവകാരികൾ, അതിനെ വിപ്ലവം എന്ന് പറയാനാവുമോ എന്ന് എനിക്കറിയില്ല. 1979 ഇറാനിയൻ വിപ്ലവം അയത്തുള്ള റുവള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴിതാ അലി ഖൊമേനി നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെയുള്ള വിപ്ലവം പ്രതിവിപ്ലവം എന്ന് പറയേണ്ടി വരും. അതൊരു ക്യാപിറ്റലിസ്റ്റ് ഇൻഡ്യൂസ്ഡ് വിപ്ലവം തന്നെയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ആണ് ഇതിൻ്റെ പിന്നിൽ, അമേരിക്ക കുത്തിത്തിരിപ്പ് നടത്തുകയാണെന്ന് ഇറാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണ്, പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ പ്രക്ഷോഭകാരികളെല്ലാം അമേരിക്കയുടെ അച്ചാരം വാങ്ങിയിട്ടാണ് പ്രക്ഷോഭം നടത്തുന്നത് എന്ന ചിന്ത സ്വല്പം കടന്ന കൈയാണ്. അവർക്ക് അമ്യൂണിറ്റീസ് നിഷേധിക്കപ്പെട്ടു, സിവിൽ ലിബർട്ടീസ് നിഷേധിക്കപ്പെട്ടു, അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. കൃത്യമായൊരു പ്രതിപക്ഷം പോലും അവിടെ ആ രൂപത്തിൽ ഇല്ല എന്നോർക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ പ്രതിവിപ്ലവം വിജയിക്കണമെങ്കിൽ ഏതാനും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോളാം. 1, ഫുൾഫിൽ ചെയ്യപ്പെട്ടൊരു കണ്ടീഷനാണ് പബ്ലിക് റിസെൻറ്റ്മെൻറ്റ് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തണം. അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പൂർണ്ണമായി പബ്ലിക് മഹാഭൂരിപക്ഷം ഇറാനിയൻ ജനതയും ദുരിതത്തിൽ തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ് അനുകൂല പ്രക്ഷോഭങ്ങൾ, എഞ്ചിനീയർ ചെയ്യപ്പെട്ട പ്രക്ഷോഭങ്ങൾ ഒരു വശത്തുണ്ട്, നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് ചേർത്ത് പറയുമ്പോൾ 2 വശവും നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ട് ഗവൺമെൻറ് വിരുദ്ധ പ്രക്ഷോഭമുണ്ട്, ഗവൺമെൻറ് അനുകൂല പ്രക്ഷോഭവും ഇറാനിൽ നടക്കുന്നു എന്ന സത്യം പ്രേക്ഷകർ നിഷ്പക്ഷമായ കാര്യങ്ങളെ വിലയിരുത്താൻ കഴിയുന്നവർ അതും മനസ്സിലാക്കണം. പക്ഷേ ഗവൺമെൻറ് വിരുദ്ധതയ്ക്ക് തന്നെയാണ് അവിടെ മേൽക്കൈ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ 1-ാം കണ്ടീഷൻ. 2-ാം കണ്ടീഷൻ, ഗവൺമെൻറ് സംവിധാനങ്ങൾ അമ്പാടെ തകരണം. അതായത് ഗവൺമെൻറ് സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? 1, ക്ലറിക്സ് നയിക്കുന്ന അതിൻ്റെ തലപ്പത്ത് അയത്തുള്ള അലി ഖൊമേനിയാണ്. റിലിജിയസ് ഇസ്ലാമിക് ക്ലറിക്സ് അവരാണ് ഇമാം അയത്തുള്ള. ഓക്കെ, അപ്പോൾ അയത്തുള്ള ഖൊമേനിയാണ്. ആ ഘടന ഇൻടാക്റ്റായിട്ട് നിൽക്കുന്നു.
ഇപ്പോഴും ഏറെ ആദരിക്കപ്പെടുന്ന വ്യക്തി തന്നെയാണ് അയത്തുള്ള അലി ഖൊമേനി. കാരണം ഷിയ വിഭാഗത്തിൻ്റെ ആധ്യാത്മിക നേതാവ് കൂടിയാണ് അയത്തുള്ള അലി ഖൊമേനി എന്നുകൂടി നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് മതപരമായ ഒരു ബലം അദ്ദേഹത്തിനുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഇപ്പോഴും ആ രീതിയിൽ വിലയുണ്ട്. അദ്ദേഹം ക്രൗഡ് അദ്ദേഹത്തെ വിമർശിക്കുന്നു എങ്കിൽ പോലും അപ്പോൾ അത് ഇൻടാക്റ്റാണ്. അതുപോലെ റെവല്യൂഷണറി ഗാർഡ്സ് IRGC ഇറാനിയൻ വിപ്ലവത്തെ ഇപ്പോഴും 79 വിപ്ലവത്തെ ഇപ്പോഴും നിലനിർത്തി ആ ക്രമം പാലിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രത്യേക സുരക്ഷാ സേന, അതാണ് IRGC, ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സ്. ഇതാണ് ഈ സംവിധാനം ഇൻടാക്റ്റാണ്. അതിനുള്ളിൽ ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലും നുഴഞ്ഞു കയറി മോളുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം, ഇഷ്ടക്കാരെ തിരികിയിട്ടുണ്ടാകാം. അവരൊക്കെ സമയം വരുമ്പോൾ മറുകണ്ഠം ചാടാൻ സാധ്യത തള്ളിക്കളയുന്നില്ല. ഇപ്പോൾ അങ്ങനെയുള്ള സൂചനകളൊന്നുമില്ല. സാധ്യതയുണ്ട് എന്നേ ഉള്ളൂ, സൂചനയൊന്നും തന്നെ പ്രകടമായി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വിപ്ലവം പൂർണ്ണതയിലെത്തണമെങ്കിൽ ഭരണകൂടം ക്രംബിൾ ചെയ്യണം. ഇപ്പോഴും ക്രംബിൾ ചെയ്തിട്ടില്ല, പക്ഷേ ഇക്കോണമി കംപ്ലീറ്റ്ലി ഷാറ്റേർഡ് ആണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, അന്താരാഷ്ട്ര സമൂഹം അനുകൂലമായി നിൽക്കണം. ഇപ്പം ചൈനയോ റഷ്യയോ ആക്റ്റീവായി ഇടപെടും എന്നുണ്ട് എങ്കിൽ അമേരിക്ക ഈ സാഹസത്തിന് മുതിരില്ല. ഇപ്പോൾ നിലവിൽ റഷ്യയ്ക്ക് ഉക്രൈനിൽ ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട്. മറ്റൊരു യുദ്ധത്തിലേക്ക് കൂടി റഷ്യ വലിച്ചിഴക്കപ്പെടാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ചിന്ത. പക്ഷേ ഇറാൻ എപ്പോഴും റഷ്യ അനുകൂല രാജ്യമാണ്. ഇറാനോട് വലിയ സ്നേഹമുണ്ട് റഷ്യയ്ക്ക്. ചൈനയ്ക്കും അതുപോലെ തന്നെയാണ്. ഇറാൻ്റെ എണ്ണയുടെ 80% പോകുന്നത് ചൈനയിലേക്കാണ്. ചൈന മാത്രമാണ് ഇറാൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി. ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള എണ്ണ കച്ചവടമൊക്കെ കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ ഇല്ല. ഇറാനുമായി കച്ചവടം ചെയ്യുന്നവർക്ക് ട്രംപ് കഴിഞ്ഞ ദിവസം 25% ടാരിഫാണ് അഡീഷണലി പറഞ്ഞത്. ഇന്ത്യക്ക് അത് ബാധകമല്ല എന്ന് പറയുന്നു. ആശ്വാസം. അങ്ങനെയെങ്കിൽ ലോകരാജ്യങ്ങൾ ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ വെനിസ്വേലയിൽ അമേരിക്ക വലിയ ആക്രമണം നടത്തി മഡൂറോയെ, പ്രസിഡന്റിനെയും പത്നിയെയും പിടിച്ചുകൊണ്ടുപോയി. അവിടെ പുതിയ ഒരു ഭരണകൂടം വന്നു, അല്ലെങ്കിൽ അവരുടെ ജൂനിയേഴ്സ്, മഡൂറോയുടെ ജൂനിയേഴ്സ് അവിടെ വൈസ് പ്രസിഡന്റ് അധികാരത്തിൽ വന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഡിഫാക്റ്റോ ഇല്ല. പക്ഷെ ഒരു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ തട്ടിക്കൊണ്ടു പോകാവുന്ന ഒരു മുതലാണോ അയത്തുള്ള അലി ഖൊമേനിയും പ്രസിഡന്റ് മസൂദ് പസഷ്കിയാനും? അല്ല, അത്ര എളുപ്പമുള്ള കാര്യമല്ല. അമേരിക്കയ്ക്ക് അങ്ങനെ ക്ഷിപ്രസാധ്യമായി വെനിസ്വേലയിൽ ചെയ്തതുപോലെ ഇറാനിൽ വന്ന് പരമോന്നത നേതൃത്വത്തെ പൊക്കിക്കൊണ്ട് പോകാൻ ആവില്ല എന്ന് തന്നെയാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ ദേ വിൽ ഫൈറ്റ്. അപ്പം അതുകൊണ്ട് ഈ അന്താരാഷ്ട്ര സമൂഹം പകച്ചു നിൽക്കുകയാണ്. പക്ഷേ അമേരിക്ക കായികമായി ഇടപെട്ടാൽ അതിനെ എതിർക്കാൻ ഒരു രാജ്യവും ഇപ്പോൾ വരില്ല. പക്ഷേ ചൈനയുടെയും റഷ്യയുടെയും ഭാഗത്ത് കർശനമായ താക്കീത് അമേരിക്ക കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക ആക്രമിക്കാൻ മുതിരുകയാണെങ്കിൽ ചൈനയും റഷ്യയും അതിനെ എന്ത് വില കൊടുത്തും എതിർക്കുമെന്ന് പറയുമ്പോഴും സൈനികമായി ഇടപെടും എന്ന സൂചന അവിടെ ഇല്ലാത്തത് കൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ നിലപാടുകൾ ഇപ്പോൾ അനുകൂലമാണ്. അമേരിക്ക ഇപ്പോൾ ഇറാനിൽ ഇടപെട്ടാൽ അവിടം കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഭരണമാറ്റം കൊണ്ടുവരാം. ഇതാണ് ചിന്ത. അതുകൊണ്ട് അമേരിക്കൻ ഇടപെടൽ ഉണ്ടാവാനാണ് സാധ്യത. സൈനികമായ ഇടപെടൽ, കരസൈന്യമല്ല, മറിച്ച് ഏറിയൽ യുദ്ധം ഉണ്ടാകാനാണ് സാധ്യത. ടാർഗറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സൂചനകളാണ്. ഇതിന് ശേഷം എന്ത് എന്നും കൂടെ പറഞ്ഞുകൊണ്ട് പൂർണ്ണമാക്കാം. ഇതിന് ശേഷം എന്താണ്? അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചു. എന്നിട്ടെന്തായി? സോവിയറ്റ് അനുകൂല ഗവൺമെൻറ്റിനെ ആദ്യം അട്ടിമറിച്ചു. 1979 നജീബുള്ള ഗവൺമെൻറ്റിനെ കൊണ്ടുവന്നു. എന്നിട്ടെന്തായി? വീണ്ടും അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളായി, മതതീവ്രവാദികൾ കൈയടക്കി, താലിബാൻ വളർന്നു വന്നു. അവസാനം 9/11 ശേഷം ബിൻ ലാഡൻ അഭയം തേടിയെന്ന കാരണത്താൽ താലിബാൻ ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായി യുദ്ധം ചെയ്ത് താലിബാനെ പരാജയപ്പെടുത്തി അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ഒരു പാവ ഭരണകൂടത്തെ ഏർപ്പെടുത്തി. എന്നിട്ട് അവസാനം അമേരിക്കയ്ക്ക് അവിടെ വിട്ടു പോകേണ്ടി വന്നില്ലേ? ഇനി സദ്ദാം ഹുസൈൻ്റെ ഇറാഖ് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമും ഓപ്പറേഷൻ ഡെസേർട്ട് ഫോക്സും ഒക്കെ കഴിഞ്ഞ് 93 സദ്ദാം ഹുസൈൻ താഴെയായി. പക്ഷേ സദ്ദാം ഹുസൈനെ വിചാരണ ചെയ്ത് വധിച്ചു. വിചാരണ ചെയ്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? രാസായുധങ്ങൾ കൈവശമുണ്ട്, ജൈവായുധങ്ങൾ കൈവശമുണ്ട്, WMD വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ കൈവശമുണ്ട്. എന്നിട്ട് കണ്ടെത്താനായോ? ഇല്ല. പക്ഷേ അമേരിക്കൻ നീതി അങ്ങനെയാണ്. അത് ഒരു ആരോപണം ഉന്നയിക്കുന്നു, ആരോപണം തെളിഞ്ഞില്ലെങ്കിൽ പോലും ആരോപണ വിധേയനെ വിചാരണ ചെയ്ത് അവിടെ തന്നെ തട്ടിക്കൂട്ടുന്ന ഒരു കാങ്കറോ കോർട്ട് വിചാരണ ചെയ്ത് വധിക്കുന്ന ഒരു രീതി. മഡൂറോയ്ക്കും ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാം വിധി. അതുകൊണ്ട് എന്നിട്ട് ഇറാഖിനും സിറിയയ്ക്കും എന്താ സംഭവിച്ചത്? ഇത് രണ്ടും കൂടെ ചേർന്ന് ഇസ്ലാമിക് സ്റ്റേറ്റായിട്ട് മാറിയില്ലേ? ഇറാഖിൻ്റെയും സിറിയയുടെയും പല പ്രദേശങ്ങളും ചേർന്ന് ഒരു ഫെയിൽഡ് മേഖലയായി മാറിയില്ലേ? ഇപ്പോഴും പൂർണ്ണമായി ഇസ്ലാമിക് സ്റ്റേറ്റിനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രഭാവം ഇസ്ലാമിക് സ്റ്റേറ്റിന് എമീറായി സ്വയം പ്രഖ്യാപിച്ച ബഗ്ദാദി, അബു ബക്കർ അൽ ബഗ്ദാദി,
അദ്ദേഹത്തെ വധിക്കാൻ കഴിഞ്ഞു, ശരിയാണ്. ബിൻ ലാദനെ വധിക്കാൻ കഴിഞ്ഞു, ശരിയാണ്. സദ്ദാം ഹുസൈനെ വിചാരണ ചെയ്ത് വധിച്ചു, ശരിയാണ്. പക്ഷേ ഇവിടെ എല്ലാം സമാധാനം കൊണ്ടുവരാൻ സിറിയയിൽ ഇപ്പോൾ ബാഷർ അൽ അസദിനെ പുറത്താക്കി പുതിയ ഭരണകൂടം, അൽ-ഷറ ഭരണകൂടം കൊണ്ടുവന്നു. പൂർണ്ണമായ സമാധാനം ഇറാഖിലില്ല, സിറിയയിലില്ല. ഇറാൻ ഒന്നുമില്ലെങ്കിൽ കൃത്യമായ ഒരു വ്യവസ്ഥയുള്ള സ്ഥലമാണ്. മനുഷ്യാവകാശ ലംഘനമുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ കൃത്യമായ അതിർവരമ്പുള്ള രാജ്യമാണ്. അവിടെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു കൺട്രോൾ ഇല്ല. അവിടെ ഇസ്ലാമിക് ഭരണകൂടമാണത് മറ്റൊന്ന്. പക്ഷേ IS അല്ലത് എന്നോർക്കണം. ഇറാൻ കൂടി IS മാതൃകയിലുള്ള, IS ആവില്ല, വേറൊരു പേരായിരിക്കും. കാരണം IS എന്ന് പറയുന്നത് സുന്നി തീവ്ര ഗ്രൂപ്പാണ്. ഇത് ഷിയ രാജ്യമാണ്. ഒരു ഷിയ ഗ്രൂപ്പ് ഒരുപക്ഷെ അധികാരം, തീവ്ര റാഡിക്കൽ ഷിയാക്കളുടെ കയ്യിലേക്ക് അധികാരം പോവില്ല എന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഈ ഭരണമാറ്റം കൊണ്ടുവരാൻ കഴിയും. ഒരുപക്ഷെ ഷാ പഹ്ലവി രണ്ടാമൻ്റെ മകൻ റിസ പഹ്ലവിയെ കൊണ്ടുവരാൻ കഴിയും, തൽക്കാലത്തേക്ക് വാഴിക്കാൻ കഴിയും. പക്ഷേ ഒരു രാജഭരണം അംഗീകരിക്കാനുള്ള മനോഭാവത്തിലായിരിക്കില്ല ഇറാൻ. അതുകൊണ്ടൊരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. ആ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രോപ്പർ രാഷ്ട്രീയ വ്യവസ്ഥയില്ല. ഇപ്പോഴത്തെ സിസ്റ്റം കംപ്ലീറ്റ് തകരുകയാണ് അങ്ങനെയെങ്കിൽ. അതുകൊണ്ട് വളരെ വളരെ സങ്കീർണമായ രീതിയിലേക്ക് മറ്റൊരു ഫെയിൽഡ് സ്റ്റേറ്റായി ഇറാൻ മാറേണ്ടതുണ്ടോ? ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് ഇന്ത്യയുടെ കയ്യിലോ നമ്മുടെ ഒന്നും എന്നെ കേൾക്കുന്ന പ്രേക്ഷകരുടെയോ എൻ്റെയോ കയ്യിലോ അല്ല ഇതിരിക്കുന്നത്. പക്ഷേ സാഹചര്യം ഇങ്ങനെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് ഒരു അമേരിക്കൻ ഇടപെടൽ, മേക്ക് ദ വേൾഡ് സേഫ് ഫോർ ഡെമോക്രസി, ജനാധിപത്യത്തിന് വേണ്ടി ലോകത്തെ മുഴുവൻ സേഫാക്കി വെക്കുക, ഇത് അമേരിക്കയുടെ ദൗത്യമായി എടുത്തുകൊണ്ട് ജനാധിപത്യവൽക്കരണം, ഇറാൻ്റെ മോചനം, ഇറാൻ ജനതയുടെ മോചനം, ജനാധിപത്യവൽക്കരണം എന്നൊക്കെയാണ് ആഗ്രഹമെങ്കിലും നടന്നു വരാൻ സാധ്യത തീവ്രവാദികളുടെ കയ്യിലേക്ക് മറ്റൊരു രാജ്യം കൂടി പോകും. വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്കാണോ അമേരിക്ക ഇറാനെ കൊണ്ടുപോകുന്നത് എന്ന ആശങ്ക കൂടി പങ്കുവെച്ചുകൊണ്ട് ഇറാൻ ജനതയ്ക്ക് ന്യായമായ ഒരു ഭരണമുണ്ടാകണം. ഇറാൻ ജനതയോടൊപ്പമാണ് നമ്മുടെ എല്ലാം മനസ്സ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മനസ്സ്, അല്ലേ? ആ ജനത എന്തു പിഴച്ചു? അതുകൊണ്ട് ഭരണകൂടങ്ങളുടെ വിക്രിയകൾക്ക്, അത് ട്രംപിൻ്റെ ഭരണകൂടത്തിൻ്റെ ആണെങ്കിലും ഇറാൻ്റെ ഭരണകൂടത്തിൻ്റെ ആണെങ്കിലും വിക്രിയകൾക്ക് ഇരയാവാതെ അഭിമാനത്തോടെ ജീവിക്കാൻ ഇറാൻ ജനതയ്ക്ക് കഴിയട്ടെ. അവർ അർഹിക്കുന്ന ഒരു ന്യായമായ ഭരണകൂടം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.